സ്റ്റാർട്ടോ ഹലോ വെൽക്കം ബാക്ക്. ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. കുറേ അധികം കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ എല്ലാവരും പ്രസ് ചെയ്തേക്കണം കേട്ടോ. ലൈക്കിൻ്റെ കാര്യം എന്തായാലും മറന്നുപോലെ. ഞാൻ പറഞ്ഞാലേ നിങ്ങൾ ലൈക്ക് ചെയ്യുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ലൈക്കിൻ്റെ കാര്യം എടുത്തു പറയുന്നത്. മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് നമസ്കാരവും ഫ്രഷാവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയമൊക്കെ ചെടിയിലൊക്കെ മുറ്റത്തൊക്കെ കുറച്ച് സമയം ഒന്ന് വെറുതെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കാഴ്ചകളൊക്കെ കണ്ട് അതിനുശേഷം ഇപ്പോൾ കിച്ചണിലെത്തി ഇനി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇന്ന് ഞാനിത് ആദ്യം കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് മാന്തൾ ഇന്നലെ തന്നെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കായിട്ട് ഒന്നുമില്ല, ഉലുവ പൊട്ടിച്ച് വെളിച്ചെണ്ണയിലേക്ക് ഉലുവ പൊട്ടിച്ച് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലും ഒന്ന് വഴറ്റി കൊടുത്തു. പിന്നെ അരപ്പ് തേങ്ങയിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി, അതൊക്കെ നമ്മൾ തേങ്ങ ഉള്ളതിനനുസരിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്താൽ മതി കേട്ടോ. ഞാൻ 3 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു 2 അല്ലി ചെറിയ ഉള്ളിയും കൂടെ അരച്ചെടുത്ത അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അരപ്പൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇപ്പുറത്ത് ഞാൻ ഇന്ന് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മളെ കട്ടിപ്പത്തിരിയില്ലേ, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അത് നമ്മൾ പൊടി വാട്ടുന്ന പത്തിരിക്ക് പൊടി വാട്ടില്ല, സാധാരണ നൈസ് പത്തിരിക്ക് അതിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാനതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ഉള്ളി ജീരകം ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കില്ല, അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ജീരകം മാത്രം ആ വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതായാലും കുഴപ്പമൊന്നുമില്ല, തേങ്ങ ചേർത്താൽ ഒന്നും കൂടെ ടേസ്റ്റിയാണേ. അപ്പോൾ കറിക്കുള്ള അരപ്പൊക്കെ തിളച്ച് വരുന്ന സമയത്ത് ക്ലീൻ ചെയ്തിട്ടുള്ള മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീൻ ഈ ചെറിയ മാന്തളില്ലേ, അതിൽ നിന്ന് എടുത്തിട്ടുള്ള വലിയ മാന്തളാണ് കേട്ടോ. നല്ല മാംസമുള്ള മാന്തൾ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വെക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റല്ലേ ഈ പത്തിരിയിലേക്കും നൈസ് ദോശയിലേക്കൊക്കെ അടിപൊളി ടേസ്റ്റല്ലേ ആ കറി. അപ്പോൾ അങ്ങനെ ഞാൻ പത്തിരിയൊക്കെ പരത്തിയെടുത്തപ്പോഴത്തേക്കും നമ്മൾ മീൻ അവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ കറി റെഡിയായി. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ കറി റെഡിയായി. ഇനി പത്തിരിയും കൂടെ ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ നോൺ സ്റ്റിക്ക് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ആക്കി കൊടുക്കട്ടെ. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അല്ലാതെയും ഓയിലൊന്നും ആക്കി കൊടുക്കാതെയും ചുട്ടെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഇത് കറക്റ്റ് ആ ഒരു അധികം ഓയിലൊന്നും വേണ്ട, കുറച്ച് മതി. പക്ഷെ നല്ല ആ ഒരു നെയ്പത്തിരിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും കേട്ടോ ഇങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത്. ഈ ഒരു പത്തിരിയില്ലേ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഓർമ്മ വരും എന്താണെന്നറിയാം, നമ്മളെ ചെറുപ്പത്തിൽ ഉമ്മയൊക്കെ നമ്മൾ എണീറ്റ് വരുമ്പോൾ ഈ ഒരു പത്തിരീൻ്റെ മണമായിരിക്കും കേട്ടോ വീട് മുഴുവൻ. ഒരു സൺഡേയിലൊക്കെ ബീഫ് തലേ ദിവസം വരട്ടി വെച്ച ബീഫ് ഉണ്ടാവും ചട്ടിയിൽ. പിന്നെ ഈ ഒരു പത്തിരി ഇങ്ങനെ അന്നൊക്കെ ഇരുമ്പിൻ്റെ ചട്ടിയില്ലേ, ദോശക്കല്ല്, അതിലാണിത് ചുട്ടെടുക്കുക. ആ ഒരു വെളിച്ചെണ്ണേൻ്റെയും ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ ചൂടായിട്ടുള്ള കല്ലിന്ന് ചൂടായിട്ടുള്ള പത്തിരി ഇങ്ങനെ ഇടുമ്പോൾ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അതടിച്ചിട്ടാണ് നമ്മളൊക്കെ എണീറ്റ് വരിക തന്നെ ചെയ്യുക കേട്ടോ. അന്നത്തെ ശരിക്കും അതൊന്നും ഓർക്കാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇന്ന് കിട്ടില്ല എന്ന് വെച്ചാൽ അന്ന് നമുക്ക് വല്ലപ്പോഴും കിട്ടുന്നതായിരിക്കും അതൊക്കെ. ഇന്നിപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്നുള്ളത് കൊണ്ടായിരിക്കും അത് ടേസ്റ്റിന് അത്ര ഒരു മുൻതൂക്കം കിട്ടാത്തത് കേട്ടോ, അറിയില്ല. അപ്പോൾ ഇത് അന്നും ഇന്നും നമ്മളെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇവിടെ റഫീഖൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പത്തിരി. ശരിക്കും അയണ്ടൊക്കെ പാനിൽ ചുട്ടാൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിലാക്കിയെന്നേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞല്ലോ, എണ്ണ ആക്കാണ്ടേയും ആക്കിയെടുത്ത് ഇങ്ങനെ പുള്ളി വരും കേട്ടോ. 2 ഭാഗം ഇങ്ങനെ പുള്ളിയിട്ട് കിട്ടും.
എണ്ണയാക്കുമ്പോൾ അങ്ങനെ അങ്ങ് പൊള്ളി വരില്ല, പക്ഷെ ഉള്ളൊക്കെ വെന്ത് വന്നിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അടച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ആക്കിയെടുത്താൽ തന്നെ കുക്കായിട്ട് വരിക. പിന്നെ നമ്മളെ പത്തിരി പച്ചരിപ്പൊടി നമ്മൾ നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ടല്ലോ, ആ വാട്ടെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതന്നെയായിരിക്കും, ഞാൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതെന്ന് മാത്രം കേട്ടോ. വാട്ടിയെടുക്കുമ്പോൾ കുറച്ചധികം വെള്ളം വെച്ചിട്ട് നമുക്കിങ്ങനെ ഒട്ടും ഈ മാവൊന്നിനും പറ്റൂല അങ്ങനെ വരെ തോന്നും കേട്ടോ. അങ്ങനെ നമ്മൾ വാട്ടിയെടുക്കണം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ വാട്ടിയെടുക്കുമ്പോൾ അതിങ്ങനെ പൊടി ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടും. അങ്ങനെ എടുത്താലാണ് ഈ പത്തിരിക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഈ ഒരു രീതിയിലുള്ള പത്തിരി കേട്ടോ, അങ്ങനെ ആക്കിയെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഇതാ റഫീക്ക ഡ്യൂട്ടിക്ക് പോവുക. ഞാനൊരു ഐറ്റം കാണിച്ചു തരാം കേട്ടോ. ഇതെനിക്ക് വന്നിട്ടുള്ളൊരു ഗിഫ്റ്റാണേ. ഇതൊരു 2-3 ബോക്സ് ഉണ്ട്, പക്ഷേ ഇത്രയൊന്നും എനിക്കല്ല കേട്ടോ. ഇതിൽ ഒരെണ്ണമാണ് എനിക്കുള്ളത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രെയർ ഡ്രസ്സാണ് കേട്ടോ. പ്രെയർ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ വെറുതെ ഒരു പ്രെയർ ഡ്രസ്സല്ല, കുറച്ചൊരു സ്പെഷ്യലാണ്. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ പ്രെയർ ഡ്രസ്സ് അയച്ചു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ വെറും ഒരു പ്രെയർ ഡ്രസ്സ് പോരാ. അപ്പോൾ എനിക്ക് കഴിഞ്ഞ കൊല്ലം റമദാനിൽ ഞാൻ വിചാരിച്ചതാണ് കേട്ടോ. എനിക്ക് ആ സമയത്ത് നടന്നില്ല. ഞാൻ വിചാരിച്ചൊരു കാര്യം, ഉമ്മാക്കും ഉപ്പാക്കും ഇങ്ങനെ ഒരു റമദാൻ ഹാമ്പർ, അതായത് റമദാൻ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ ഒന്ന് സെറ്റാക്കിപ്പിക്കണം എന്നെൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാനതിങ്ങനെ അറിഞ്ഞ് വന്നപ്പോഴത്തേക്കും റമദാൻ അടുപ്പിച്ചായിപ്പോയി. പിന്നെ ഇത് സെറ്റ് ചെയ്യിപ്പിക്കാനും എനിക്ക് തന്നെ ഒന്ന് സെറ്റാക്കി എടുക്കാനുള്ളൊരു ടൈമൊന്നും കിട്ടിയില്ല കേട്ടോ. പക്ഷെ അതെനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു കഴിഞ്ഞ റമദാൻ്റെ സമയത്തെ. ഇപ്രാവശ്യം അത് എന്തായാലും ഞാൻ ചെയ്യണം എന്നോർത്ത് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ഹാമ്പർ പോലെ സെറ്റ് ചെയ്ത് തരണം, എനിക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ അതെല്ലാം വാങ്ങിയിട്ട് സെറ്റ് ചെയ്ത് തന്നതാണ് കേട്ടോ. ഇത് നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ ബാക്കി എനിക്ക് കുറച്ച് കാര്യങ്ങളോടെ ഇതിലേക്ക് വെക്കാനുണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. ഇത് ഖുറാനാണ്. ഖുറാന് ഇപ്പം അവർ നമുക്ക് ഇപ്പം എനിക്ക് വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്, കാരണം എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ എനിക്ക് ഖുറാൻ വേണമല്ലോ, വേണമെന്ന് പറഞ്ഞുള്ളതുകൊണ്ട് അവർ ഖുറാൻ അടക്കം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഖുറാൻ്റെ ചട്ടയില്ലേ, അത് മാത്രമാണ് കേട്ടോ. ഖുറാൻ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ ഇപ്പോൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഖുറാൻ്റെ അളവ് പറഞ്ഞു കൊടുത്താൽ അവർ അതിന് നമ്മൾ ഓതുന്ന സ്ഥിരം യൂസ് ചെയ്യുന്ന ഖുറാൻ ഉണ്ടല്ലോ, അതിനോട് നമുക്കൊരു ആത്മബന്ധം ഉണ്ടാവില്ലേ. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് റെഡിയാക്കണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ അളവ് പറഞ്ഞു കൊടുത്താൽ അവരിങ്ങനെ ഈ കവറ് മാത്രമായിട്ട് അവർ തയ്ച്ചു തരും കേട്ടോ. പിന്നെ അതിനോട് സെറ്റാക്കിയിട്ടുള്ള കാര്യങ്ങളുമാണ് തരിക. അപ്പോൾ ഞാനിതിൽ 2 ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട്, എനിക്ക് ചെയ്തു തന്നത് കേട്ടോ. ഒന്ന് അത് എൻ്റെതാണ്, അത് അവിടെ ഇരിക്കട്ടെ. ഇത് ഈ വൈറ്റാണ് ഞാൻ ഉമ്മാക്ക് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. നല്ല ഒരു എന്താ പറയുക, നല്ല രസമുള്ള കളറാണ്. അങ്ങനെ എന്താ പറയുക, ഒരു ഓഫ് വൈറ്റ് കളറിലാട്ടോ അത് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ, നല്ല അടിപൊളി മെറ്റീരിയൽ, നമുക്ക് ഇഷ്ടമാകുന്ന ഒരു കംഫർട്ടബിൾ ആകുന്നൊരു ക്ലോത്ത് തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ഒരു മുഖം ഇടുന്ന ആ ഭാഗത്ത് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ലേസെല്ലാം കൊടുത്തിട്ട് ഈ ബാൻഡൊക്കെ അല്ലേ, അതൊക്കെ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്ലീവാണെങ്കിലും നല്ലതായിട്ട് നിൽക്കുന്നുണ്ട്, ഇങ്ങനെ കയറിപ്പോവുക അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല കേട്ടോ. അതിൻ്റെ അവിടെ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യും നമുക്ക്, ആ ഒരു രീതിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല മെറ്റീരിയലാണ്, ഒന്നും പറയാനില്ല. പിന്നെ ഇതാ വൈറ്റ് തന്നെ മുസല്ലയും വരുന്നുണ്ട്. ഇതിങ്ങനെ നമ്മൾ പറയുമ്പോൾ അവർ ചെയ്തു തരും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കളറിൽ അവർ ചെയ്തു തരും, വലിയവർക്കും കുട്ടികൾക്കും എല്ലാം ചെയ്തു തരും കേട്ടോ. അതിനനുസരിച്ചാണ് അവർ റേറ്റ് വാങ്ങുന്നത്. അപ്പോൾ ഇതിലേക്ക് ഓഫ് വൈറ്റ് മുസല്ലയാണ്. മുസല്ലയിൽ ഞാൻ എൻ്റെ ഇതിൽ കാണിച്ചു തരാം, അതിൽ നമുക്ക് നെയിം എഴുതിക്കാൻ വേണ്ടി പറ്റും കേട്ടോ, അത് ഞാൻ അതിൽ കാണിച്ചു തരാം. പിന്നെ അതിലേക്ക് വൈറ്റ് ഈ ദസ്ബി ഉണ്ട്. പിന്നെ ഇതെന്താണെന്നറിയാം, ഇത് നമ്മൾ ഖുർആൻ ഓതിയിട്ട് നമ്മൾ അടയാളം വെക്കൂലേ, നമ്മൾ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയി വെക്കൂലേ, അതിന് പകരം ഇതിങ്ങനെ നമ്മൾ ഓതിയ ഭാഗം ഇങ്ങനെ അടയാളപ്പെടുത്തുക, ഇതുപോലെ ഇങ്ങനെ അടയാളം വെക്കാനുള്ളൊരു സംഭവമാണ് കേട്ടോ. അത് കണ്ടോ,
നല്ല രസമല്ലേ കാണാൻ. ഈ ഒരു മൊത്തത്തിലുള്ളൊരു കോംബോ തന്നെ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ എന്തെല്ലാം വാങ്ങുന്നു, പക്ഷേ ഇതിനൊക്കെ നമുക്ക് കുറച്ച് പൈസയൊക്കെ ചിലവാക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും കേട്ടോ. പിന്നെ ഇത് എനിക്ക് ചെയ്യിപ്പിച്ചതാണേ. എനിക്ക് ആയാലും എനിക്ക് വൈറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ പിന്നെ വന്നപ്പോൾ വൈറ്റ് ഉമ്മാർക്ക് ഒന്നുകൂടെ ഇഷ്ടപ്പെടില്ലേ, നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉമ്മാക്ക് ഞാൻ വൈറ്റ് മാറ്റി വെച്ചതാണേ. അപ്പോൾ ഇതാണ് ഞാനെടുത്തത്. അതിലിതാ ജസ്റ്റ് ജംഷിദ റഫീഖ് ഞാൻ പേര് എഴുതിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ എഴുതിയാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് അവർ നമുക്ക് തരും. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർ, നമുക്കായാലും സ്വന്തമായിട്ട് പ്രയർ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സംഭവമാണ്. ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും പിൻ കമൻ്റായിട്ടും കൊടുക്കാം കേട്ടോ. ഇതും നല്ല ക്ലോത്താണ്. അതുപോലെ തന്നെ സ്ലീവ് കണ്ട, ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചെറിയ ലൈസ് കൊടുത്തിട്ട് അതുപോലെ ഇങ്ങനെ കയറിപ്പോകുന്ന ആ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ തലയിലിടുന്ന ആ ഒരു ബാൻഡില്ലേ, അവിടെയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മുഖത്തിൻ്റെ അവിടെ നല്ല കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ചിലതിങ്ങനെ ഊരിക്കളിച്ച് കൂടുതലായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ, ഇങ്ങനെ മുടിയെല്ലാം കാണുന്ന ആ ഭാഗത്ത്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടുമില്ലേ, ഇതൊന്ന് ഏട്ടത്തിക്കും ഒന്ന് പൂമോക്കും. ഇത് പൂമോള് വാങ്ങിച്ചതാണ് കേട്ടോ. അവള് ഒന്നോളം ഉമ്മാക്ക് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയത്. അപ്പോൾ മറ്റേത് വൈറ്റ് തന്നെയാണ് ഗിഫ്റ്റ് കൊടുക്കാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല. ഇത് ബ്ലൂ പൂമോളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഒക്കെ ഖുറാനുള്ളത് കൊണ്ട് ഓളെ സ്ഥിരം ഓതുന്ന ഖുറാനിൻ്റെ ഒരു കവർ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കവർ മാത്രമായിട്ട് അവർ ചെയ്തു കൊടുത്തതാണ്. പിന്നെ ആ ഒരു കളറിൻ്റെ മുസല്ലയും അതുപോലെ തന്നെ പ്രയർ ഡ്രസ്സുമാണ് കേട്ടോ. അതിലും ഇങ്ങനെ പേര് എഴുതിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പം ഇന്ന് ഞാനിത് കാണിച്ചു തരാൻ കാര്യം, ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഐറ്റം കൂടെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഉപ്പാക്ക് എന്തെങ്കിലും ഒരു മുണ്ട് വാങ്ങണം. അതുപോലെ തന്നെ ഞാനൊരു ഈത്തപ്പഴം ഇവിടെയുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ അത്തർ സ്പ്രേ അതൊക്കെ നമുക്ക് അവരോട് വെക്കാൻ പറഞ്ഞാൽ അവർ വെച്ച് തരും കേട്ടോ. ഇത് രണ്ടെണ്ണം ഞാൻ വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇനി ഉപ്പാക്കുള്ളൊരു മുണ്ടും കൂടെ അതിൽ സെറ്റ് ചെയ്യണേ. അത് ഞാൻ പോകുന്ന വഴിക്ക് വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈത്തപ്പഴം ഞാൻ ഇവിടുന്ന് തൽക്കാലം വാങ്ങിയതാട്ടോ. അപ്പോൾ ഇത് കൈ കിട്ടിയപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം രാവിലെ വന്നിട്ട് വൈകുന്നേരം പോവാം അങ്ങനെ വിചാരിച്ചിരുന്നേ. പക്ഷേ ഇത് കൈ കിട്ടിയപ്പോൾ അന്ന് തന്നെ വരാൻ വേണ്ടി തോന്നിയേ. അങ്ങനെ ഞാനും ഏട്ടത്തിയും പൂമോളും മുഹമ്മദും കൂടെ അങ്ങനെ വന്നതാണ് കേട്ടോ, ഇവർക്കിത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മുണ്ട് അതിലേക്ക് വാങ്ങണമെന്ന്. അപ്പം അങ്ങനെ എൻ്റെ കൂട്ടത്തിലേക്ക് ഒരു മുണ്ടും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ രണ്ടാളും നിസ്കാരം കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് കൊണ്ടു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ മുതലല്ലേ ഉണ്ടാവുക, അതുകൊണ്ട് പിന്നെ അവർക്ക് രണ്ടാക്കും ഇതെന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അവർക്ക് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു, നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എനിക്കും അതുപോലെ തന്നെ നല്ല സമാധാനമായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണയെ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം നടന്നല്ലോ, അതുകൊണ്ട് തന്നെ. നല്ല മണം കേട്ടോ.
അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് കമൻറ്റിലും അതുപോലെ പിന്നെ കമൻറ്റായിട്ടും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഓർഡർ ആക്കാവുന്നതാണ്. പ്രെയർ ഡ്രസ്സ് മാത്രമായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഞാൻ വാങ്ങിയ പോലെ ഒരു ഹാമ്പർ അത് നമ്മളെ മാതാപിതാക്കൾക്കൊക്കെ ഒന്ന് ഗിഫ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഏട്ടത്തിക്ക് അനിയത്തിക്കൊക്കെ കൊടുക്കാനും നമ്മൾ ഫാമിലിയിൽ റിലേറ്റീവ്സിനും ഒക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാനും ഒക്കെ ഒരു റമദാനിന് പറ്റിയിട്ടുള്ളൊരു പെർഫെക്റ്റ് ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്കും ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ. നിങ്ങൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് ശേഷം ഉപ്പതാ ചെടി നനക്കാനും പച്ചക്കറി നനക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതാണല്ലേ താനെ മുളക്കുന്ന പക്ഷെ നിറച്ച് അടുപ്പിച്ചടുപ്പിച്ചുണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാല് അതിന് അടിയിൽ പറിച്ചിട്ടാണ് മാറ്റിയത്. മാറ്റി എപ്പോഴും എടുത്തിട്ടില്ലേ കവായിലൊക്കെ ചീര നോമ്പിലൊക്കെ ആണെങ്കിൽ ഇതിൽ കവായിലൊക്കെ ചീര കർഷകൻ. മുഹമ്മദ് ഒന്ന് വെടിവെച്ചാ വെടിവെക്കേ ഒന്നുകൂടെ ഇവിടെ വാ ഒന്നുകൂടെ വെക്കടാ അവിടെ കള്ളൻ. ആര് ഒന്ന് വെടിവെക്കേ വെടിവെക്കേ. ഇത് അന്നത്തെ അല്ലേ വീണ്ടും അതിന് തന്നെ വീണ്ടും ഉണ്ടാകുന്ന അതാ അതിൻ്റെ ഉള്ളിലതാ ഇതാ പൂവിട്ട് പക്ഷെ നമ്മളാണ് ഇതൊക്കെ പറിക്കും. ഉപ്പാൻ്റെ പച്ചക്കറി മാഷാല്ല കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കോളിഫ്ലവർ അങ്ങനെയൊക്കെ ഉണ്ടായിന്. അപ്പോൾ ആ ഒരു സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഇത് താഴെ ഇപ്പോൾ വെയിലാണ്, കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ താഴെ പോകുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. ഹലോ വന്നില്ല. മുള്ളങ്കി ആണോ? എത്തിയിട്ടില്ല. മുള്ളങ്കി അല്ല അല്ലേ? ഗ്രൂപ്പോളോ എന്തൊക്കെ പറയും. ഇറച്ചിയിലൊക്കെ ഇടും ചെയ്യും, ഉപ്പേരിയൊക്കെ ചെയ്യും. ഞാൻ കടയിൽ കണ്ടിക്കണേ പക്ഷെ കഴിച്ചിട്ടില്ല. ഞാനും കണ്ടക്കണേ. ഈടോ കറക്റ്റ് അറിയില്ല. അതിന്റെ ഇല കളയണല്ലേ? ജെലി പറഞ്ഞ നല്ല രസമുണ്ട്. ജെലിക്ക് ഇല കൊടുത്തില്ലേ? ജെലിക്ക് ഇലയൊക്കെ അതിൻ്റെ കൊടുത്ത് സാലഡ് ലീഫ് അല്ലേ? പക്ഷെ ഇത് കഴിക്കണ നല്ലതാ. മന്തിയിലൊക്കെ ഇടാട്ടോ. സാലഡ് ലീഫ് അല്ലേ? അപ്പോൾ നേരത്തെ കാണിച്ച ആ ഉരുണ്ട സംഭവമല്ലേ, അത് നമ്മൾ ഗൂഗിളിൽ നോക്കിയ സമയത്ത് ഷൽവം അങ്ങനെ എന്തോ കറക്റ്റ് അല്ല കേട്ടോ, എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഇപ്പം മറന്നുപോയി. നേരത്തെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ. അങ്ങനെ എന്തോ പറഞ്ഞാൽ നല്ലതാട്ടോ, കഴിക്കുന്നതൊക്കെ അടിപൊളി സംഭവമാണ്. അപ്പം ഞാൻ കടയിൽ കണ്ടിട്ടും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. എന്തിനൊക്കെയാണ് പറ്റുക, അതിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അപ്പോൾ ഉപ്പാൻ്റെ കാബേജ് ഒന്നും പറിക്കാനൊന്നും ആയിട്ടില്ല കേട്ടോ, ഇനിയും ഒന്നുകൂടെ ഒന്ന് മൂപ്പാവാനൊക്കെ ഉണ്ട്.
മഴ ചെയ്തിട്ടോ? അല്ല, പുഴുക്കേടുണ്ടായിട്ടേ മരുന്നടിച്ചിട്ട് രണ്ടാമത് ശരിയായി വന്നാ കേടൊന്നുമില്ല. എനിക്കും പച്ചമുളക് വേണം. അതായിരിക്കും അത് ഒന്ന് കൊടുത്ത മൂന്നാക്കും വേണ്ട. അത് കാണിക്കുക. തരേ മാഷാ അല്ലാഹ്. ഞാൻ വേഗം അത്യാവശ്യം കാബേജ് വെക്കണോ ഞങ്ങൾ വന്ന സമയത്ത് ആങ്ങളെ വീട്ടിലുണ്ടായിട്ടില്ല കേട്ടോ, അവന് പുറത്തു പോയതായിരുന്നു. അപ്പോൾ ഇതാ ഇപ്പം വരികയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് സംസാരിക്കുക. ഇനി നിന്നാൽ ശരിയാവില്ല കേട്ടോ. കാര്യം പച്ചമുളക് പറിക്കുന്നവർക്ക് എന്താ പറയുക, അവനവൻ പറിക്കുന്നത് അവനവനക്ക് എന്നുള്ളൊരു ഇതിവിടെ വന്നിട്ടുണ്ട്. അതാ പൂമുളകൊക്കെ കണ്ടോ നിന്ന് പറിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ എനിക്കുള്ള പച്ചമുളക് ഞാൻ പറിക്കണം. ഇനിയിപ്പോൾ വീഡിയോ എടുത്ത് അവസാനിപ്പിക്കട്ടെ കേട്ടോ. ഇത് കാണുമ്പോൾ വീഡിയോ എടുക്കാതിരിക്കാനും തോന്നൂല കേട്ടോ. ഇത് കണ്ടോ, വഴുതനയൊക്കെ മാഷാ അല്ലാഹ് നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട്. ഇപ്പം ചിലർ പറയും കാണുമ്പോൾ കണ്ണ് തട്ടും, ആളുകൾ കാണുമ്പോൾ അങ്ങനെയൊക്കെ പറയില്ലേ. പക്ഷെ ഉപ്പാക്ക് അതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല കേട്ടോ. കാര്യം ഉപ്പാക്ക് എല്ലാവരും കാണിച്ചു കൊടുക്കണം, അങ്ങനെയാണ് കേട്ടോ. എന്നിട്ടുണ്ടാകുന്നത് മതി, ആ ഒരു പോളിസിയാണ് കേട്ടോ മൂപ്പരുടേത്. ഉപ്പാൻ്റെ കൃഷി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ചെറുപ്പത്തിലേ തുടങ്ങിയതാണ് കേട്ടോ. ഇഞ്ചി അങ്ങനെയൊക്കെ കൃഷി ചെയ്യുമായിരുന്നു കേട്ടോ. മാഷാ അല്ലാഹ് നല്ല ഉഷാറായിട്ട് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അത് ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എത്ര കുറഞ്ഞ സ്ഥലത്താണെങ്കിലും ചീരയും പച്ചക്കറിയും എല്ലാം കൃഷി ചെയ്യും. ഇതിപ്പോൾ ഇവിടെ എല്ലാ വയലിൽ പൂള നട്ടിട്ടുണ്ട് കേട്ടോ. പൂള നട്ടിട്ടുണ്ട്. രാവിലെ അങ്ങോട്ട് പോവും, വൈകുന്നേരം അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരും. അതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടികൾ. ഇനിയിപ്പോൾ ഈ പച്ചക്കറിയെല്ലാം കഴിഞ്ഞിട്ട് ചേന ചേമ്പ് അങ്ങനത്തതൊക്കെ നടണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. ശരിക്കും ഈ ഒരു സമയത്ത് പച്ചക്കറി ഉണ്ടെങ്കിൽ റമദാനിലൊക്കെ നമുക്ക് നല്ല സുഖമാണ്. ഇങ്ങനെ താളിക്കാനൊക്കെ ചീരയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം എല്ലാവരും ചീരയൊക്കെ പാകണ ആ ഒരു ടൈമാണ് അല്ലേ. നമ്മളൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്നാമത് ചീര അങ്ങനെ കുരങ്ങന്മാരൊന്നും കൊണ്ടുപോകില്ല, എന്നാലും ബാക്കിയുള്ള പച്ചക്കറികൾ അങ്ങനെ ആ ഒരു ഇതങ്ങ് പോയിട്ടാ. കുരങ്ങുകൾ നശിപ്പിച്ചിട്ടും വഴുതനയും അങ്ങനെയൊക്കെ നന്നായിട്ട് ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാക്കലില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചീരയൊക്കെ പാകണം എന്ന് വിചാരിക്കുന്നുണ്ട്, പറ്റുമോയെന്നറിയില്ല. പിന്നെ നമ്മളതിങ്ങനെ തെങ്ങിൻ്റെ ആ ഒരു മറവ് ചോല വന്നിട്ട് പച്ചക്കറി ഉണ്ടാവില്ല കേട്ടോ. വെയിൽ തട്ടുന്ന ഏരിയ കുറഞ്ഞില്ലേ, അതുകൊണ്ട് നല്ല വെയിൽ തട്ടുകയും വേണം, നല്ല നനച്ചു കൊടുക്കണം. അങ്ങനെയല്ല പച്ചക്കറിക്ക് വേണ്ടത്. ഇനിയിപ്പോൾ ഞങ്ങൾക്കുള്ളത് 3 ഭാഗമാക്കട്ടെ കേട്ടോ. എന്താണ് ഇവിടെ ഒന്ന് ചിരിക്കി കുത്താപ്പി മുഹമ്മദേ ചിരിക്കി. ചിരിക്കേ ഡാ മുഹമ്മദേ, ഊണൊക്കെ പോകാനറിയില്ലല്ലോ. ഇങ്ങനെ പോവാ ഈ ഉന്തി കൊടുക്കാനാ ഇങ്ങനെയാടാ പോവാ മുഹമ്മദേ. അവിടെ നിന്ന് പോയി. ഒരു വെക്കുന്ന കൈ നല്ലതല്ലെങ്കിൽ നരകത്ത് പോവേ പൊരുത്തപ്പെട്ട് ഒരു പ്രശ്നമില്ല ഇല്ലല്ലോ. ശരി, എല്ലാവരോടും അസ്സലാമലൈക്കും. അപ്പം അങ്ങനെ വൈകുന്നേരമായി. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. 3 ആളും 3 വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ പൂമോളും എടുത്തിതാ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, മുഹമ്മദൊക്കെ. ഇനിയിപ്പോൾ ഞാനും വേഗം ഒന്ന് പോട്ടെ. ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് കാണാം. ഇതിപ്പോൾ ഞാൻ അന്നത്തെ ദിവസം പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇത് പിറ്റേ ദിവസം ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഉപ്പ തന്ന പച്ചക്കറിയൊക്കെ വെച്ചിട്ട് ഇന്നൊരു നല്ല അടിപൊളി നാടൻ ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ റഫീഖയുണ്ട്, ഇന്നലെ നൈറ്റൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചക്കത്തെ ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ അതിനുള്ള ഐറ്റംസൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കട്ടെ കേട്ടോ.
ഇന്നലെ രാത്രിയിൽ വന്നതിന് ശേഷം ഞാനെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഇല്ലെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടില്ലേ നമ്മൾ പച്ചക്കറിക്ക്. അപ്പോൾ അതൊക്കെ നല്ല റെഡിയാക്കി എടുത്ത് വെച്ചു. ഇനി അതിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് കോളിഫ്ലവർ ആണ് കേട്ടോ. ആ ഒരു കവറിൽ നിന്ന് ഞാൻ ആദ്യം എടുത്തേ. അപ്പോൾ അത് ഒരാഴ്ച മുമ്പ് ഉപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കോളിഫ്ലവർ, ചീര, അതുപോലെ തന്നെ ബീൻസ് ഇല്ലേ, നല്ല ഗ്രീൻ കളറിലെ ഊട്ടി ബീൻസ്, അതൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏകദേശം കഴിഞ്ഞു. ഇനി ഒരു കോളിഫ്ലവർ അതിൽ ബാക്കിയുണ്ട് കേട്ടോ. അതാണത്. അപ്പോൾ അത് ഒരു ദിവസം ഞാൻ അധികവും നമ്മൾ ഉപ്പേരി വെക്കും. പിന്നെ ഒരു ദിവസം തേങ്ങ വറുത്തരച്ച് കറി വെച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കിവിടെ ചപ്പാത്തിക്കും പത്തിരിക്കും ചോറിനൊക്കെ ഈ കോളിഫ്ലവർ വറുത്തരച്ച കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കോളിഫ്ലവർ കറി ആക്കുന്നുണ്ട്. പിന്നെ ചീര ഉപ്പേരിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു കോളിഫ്ലവറിനേക്കാളും ഭയങ്കര ടേസ്റ്റാട്ടോ ഇത് കറി വെച്ചാൽ. അതുകൊണ്ടായിരിക്കും ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയത്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത് മഞ്ഞൾപ്പൊടിയിലിട്ട് തിളച്ച ചൂടുവെള്ളത്തിലിട്ട് വെക്കൂലേ. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് മരുന്നോ അങ്ങനത്തെ പ്രയോഗവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, പ്രയോഗമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഡയറക്റ്റ് നമുക്ക് ജസ്റ്റ് സാധാ പച്ചക്കറി കഴുകിയിട്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാമല്ലോ. ശരിക്കും പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കാണാൻ അല്ലേ ഭയങ്കര രസമല്ലേ. അതിങ്ങനെ ഒരാൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ മാഷാ അല്ലാ. നമ്മൾ ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അതൊരാൾ മാഷാ അല്ലാ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഫീലില്ലേ, അപ്പോൾ അതിനേക്കാൾ എത്രയോ വലുതായിരിക്കും അത്രയും നട്ട് നനച്ച് വെയിലത്തും മഴയത്തും എന്ന് പറഞ്ഞ പോലെ നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് ഇതിന് കിട്ടുന്ന ആ ഒരു റിസൾട്ടിന് അല്ലേ. ഉപ്പാൻ്റെ കോളിഫ്ലവറും ക്യാബേജൊക്കെ നന്നായിട്ട് നല്ല വലുപ്പമുണ്ട്, നല്ല സൈസ് ഉണ്ടാവും കേട്ടോ. മാഷാ അല്ലാ നല്ല സൈസിലുണ്ടാവും. നമ്മളൊന്നും ഉണ്ടാക്കിയാൽ അത് ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുക. ചീരയൊക്കെ ഉണ്ടാവും, അല്ലാതെ കോളിഫ്ലവർ ക്യാബേജൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് അതിമൊക്കൊന്നും നമ്മൾ വല്ലാണ്ട് അങ്ങ് നിൽക്കില്ല. ആദ്യം പിന്നെ റഫീക്ക ചെയ്യുമായിരുന്നു കുറച്ചൊക്കെ. എൻ്റെ വീഡിയോയിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം പിന്നെ റഫീക്ക ആ ഒരു നടുവേദനയൊക്കെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇങ്ങനെ കൊത്തലും പിടിക്കലൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് വല്ലാണ്ടെങ്കിൽ മെനക്കെടാത്തത്. അല്ലെങ്കിൽ കുറച്ച് സ്ഥലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാ നോക്കണം. എനിക്ക് പിന്നെ അങ്ങനത്തെ പണികളോട് വലിയ താല്പര്യമില്ല. മെയിൻറ്റെയിൻ ചെയ്യും, പക്ഷേ ആ ഒരു നടൽ കാര്യങ്ങൾ പിടിക്കലൊക്കെ ഉണ്ട്. വെറുതെ നട്ടിട്ട് കാര്യമില്ല, അത് ഉണ്ടാവണമല്ലോ. അപ്പോൾ അത് വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതിമക്ക് വല്ലാണ്ടങ്ങ് നോക്കലില്ല കേട്ടോ. ആരല്ലോ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇങ്ങനെ കല്യാണിച്ച് അന്ന് സ്ഥലമൊക്കെ തോട്ടം നന്നാക്കിയ സമയത്ത് ജംഷിക്ക് പച്ചക്കറി നട്ടൂടെ, കൃഷി ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് താല്പര്യമുണ്ട്, പക്ഷെ അതിനൊരു ഐഡിയ വേണമല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് കേട്ടോ എനിക്ക്. നമുക്ക് അറിയുന്ന പണിയാകുമ്പോൾ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, വേഗം അങ്ങ് ചെയ്യുമല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ പണീനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ആ ഒരു ഇതിലേക്ക് അങ്ങ് ഇറങ്ങാത്തത്. നോക്കട്ടെ, പറ്റിയാൽ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കോളിഫ്ലവറൊക്കെ ഞാൻ കട്ട് ചെയ്ത് കഴുകിയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു തക്കാളിയും ഒരു ഉള്ളിയും 2 പച്ചമുളകും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓവർ ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ആ ഒരു കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1.5 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. 2 ടീസ്പൂൺ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ മാത്രം 2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 1.5 ടീസ്പൂണെല്ലാം മതിയാവുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും മസാലപ്പൊടികൾ മതി. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടൂട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും അത്രയും അതിൻ്റെ പകുതി വേവേ ഇതിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 വിസിലടിക്കുമ്പോഴത്തേക്കും വെന്ത് കിട്ടും. ഇത് അടുപ്പിലൊക്കെ ചട്ടിയിലൊക്കെ വെച്ചാൽ ഒന്നുകൂടി ടേസ്റ്റാട്ടോ. അപ്പോൾ അതവിടെ വേവുന്നുണ്ട്. ഞാൻ കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു, കുറച്ച് കറിവേപ്പില, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, 2 ചുവന്നുള്ളിയും, കുറച്ച് വലിയ ജീരകവും, ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം കേട്ടോ ഇട്ടിട്ടൊന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. ഇങ്ങനെ ഒരു ഗോൾഡൻ കളറൊന്നും ആവരുത് കേട്ടോ. ഒരു മെറൂൺ കളറിലേക്കൊന്നും പോകരുത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി തേങ്ങ. അതൊക്കെ ആ കറിയിൽ ഭയങ്കര വ്യത്യാസം വരുത്തും, ടേസ്റ്റിൽ വ്യത്യാസം വരുത്തുക. പിന്നെ ഇതാ നമ്മുടെ ഇന്ന് നമുക്ക് കോരമീനാണ് കേട്ടോ ഉള്ളത്. ചെറുതാ, വലിയ സൈസൊന്നല്ല. അപ്പോൾ എന്നാലും അതൊന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെ കറി ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചീരയും കൂടെ റെഡിയാക്കണം. ചീര അരിഞ്ഞ് ക്ലീനാക്കി റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്കൊന്ന് തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് എടുക്കട്ടെ. തേങ്ങയും വെളുത്തുള്ളിയും
പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി അതും കൂടെ ഇങ്ങനെ ഒതുക്കിയിട്ടാട്ടോ നമ്മൾ ചീരയിലേക്കൊക്കെ ഇട്ട് കൊടുക്കുക. ഇതാ ഒരു സമയം കൊണ്ട് മീനൊക്കെ ഒന്ന് ഒരു ഭാഗമെല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, അതൊക്കെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാന് എവിടുന്നാ, ഈ സ്റ്റീലിൻ്റെ ഞാൻ ഈ ഫ്രൈ ചെയ്യുന്ന പാൻ എവിടുന്നാണ് കുറേ പേര് ചോദിക്കലുണ്ട്. ഞാനത് ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. നല്ലതാണ്, നമുക്ക് ചിക്കൻ പൊരിക്കാനും അതുപോലെ തന്നെ മീനെല്ലാം പൊരിക്കാനും നല്ലതാട്ടോ. അടി പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മൾ ചീരയ്ക്കുള്ള സംഭവം കൂടെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ മീനെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്, ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കറിയിലേക്കുള്ള അരപ്പ് ഞാനവിടെ തേങ്ങ അവിടെ അരക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചീര ഒന്ന് ഇടുമ്പോഴത്തേക്കും അതും അരഞ്ഞ് റെഡി ആയിട്ട് വരുമല്ലോ. അപ്പം ഇത് ഇളയ ചീര ആയതുകൊണ്ടാവാം ഇട്ട് നമ്മളൊന്ന് ജസ്റ്റ് മിക്സാക്കി ഇങ്ങ് എടുക്കുമ്പോഴത്തേക്കും ചീര വെന്ത് കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ വേവും. കുറേ സമയം വെച്ചാൽ ഏത് ഇലക്കറിക്കായാലും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഞാനത് നോക്കി നിന്നിട്ട് പെട്ടെന്ന് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുക. വേഗം തന്നെ റെഡിയായി കിട്ടും. മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഞാനൊരു ആ സമയത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തട്ടിപ്പൊത്തി റെഡിയാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും വേഗം വെന്ത് കിട്ടും. അപ്പം ഞാനിതുപോലെ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ചെറിയ ചവലെടുത്തിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കും കേട്ടോ. ഇങ്ങനെ ആ ഒരു വൃത്തികേടിൽ ചെയ്യുമ്പോൾ എന്തോ പോലെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇതും കൂടെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ചിലർ ചോദിക്കലുണ്ട് കുക്കിംഗ് ചെയ്യുമ്പോൾ ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇതന്നെയാണ് കേട്ടോ. ഇടയിൽ കൂടെ കൈ ഇങ്ങനെ പോകും കേട്ടോ. എൻ്റെ അത് കൗണ്ടർ ടോപ്പിലും ഈ ഗ്യാസിൻ്റെ അവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ കോളിഫ്ലവർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ചിലരിതിങ്ങനെ കോളിഫ്ലവർ ഉടച്ചു കൊടുക്കും കേട്ടോ. എനിക്കതിഷ്ടമല്ല കേട്ടോ. കോളിഫ്ലവർ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ആ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അതിലേക്ക് അങ്ങ് യോജിച്ചോളും. എന്നിട്ട് ഞാൻ ഈ കോളിഫ്ലവർ മിക്സ് ആക്കൂല കേട്ടോ, ഉടച്ചു കൊടുക്കൂല. എനിക്ക് അങ്ങനെ കറി ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് അതിങ്ങനെ കിടക്കണം. എന്നിട്ട് ആ ഒരു നമ്മൾ കറിയിൽ എടുത്ത് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തരച്ചതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നതായിട്ട് എന്നിട്ട് അതൊന്ന് വറവിട്ടെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ചീര ഇതാ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചീരത്തോരൻ, ചീര വറവ് എന്നൊക്കെ പറയില്ലേ ഓരോരോ സ്ഥലത്ത്. അപ്പോൾ എന്തായാലും അത് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് അടച്ച് മൂടുന്ന പോലും ഇല്ല കേട്ടോ. അതിൽ കിടന്ന് വെന്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ ഇതാ നമ്മളെ കറിയും തിളച്ച് വന്നു. ഇനി അത് ചെറിയ ഉള്ളി ചേർത്തിട്ടാട്ടോ ഒന്ന് വറവിട്ടെടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഏരിയയിലൊക്കെ ഈ കറിക്ക് ഇങ്ങനെയാണോ ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെസിപ്പികൾ നിങ്ങൾ ട്രൈ ചെയ്യാറുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. നമ്മളിവിടെ ചുവന്നുള്ളി കറിവേപ്പിലിട്ടിട്ട് വറവൊഴിക്കുക കേട്ടോ ചെയ്യാം. പിന്നെ ഞാനിത് ചെയ്യുന്നത്, ഇത് നമുക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സംഭവമാട്ടോ. ഈ കോളിഫ്ലവർ ബ്രൊക്കോളിയൊക്കെ ഞാൻ തോരൻ വെക്കാറുണ്ട് കേട്ടോ. ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞെടുത്തിട്ട് തോരൻ വെക്കും. അതും അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ ക്യാബേജ് ഇല്ലേ, ക്യാബേജും നമ്മൾ ഇതുപോലെ കറി വെക്കും കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്. ഈ സെയിം റെസിപ്പിയിൽ നമുക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തെങ്കിലും ഫിഷ് ഫ്രൈ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രസമല്ല അതിൻ്റെ കൂടെ കൂട്ടാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ നമുക്ക് ചോറിനാൻ വേണ്ടി സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഫുഡൊക്കെ ഒന്ന് എടുക്കട്ടെ. അപ്പോൾ റഫീക്ക ഇന്ന് ഉള്ളത് കൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. അധികം റഫീക്ക ഇപ്പോൾ ലഞ്ചിന് ഉണ്ടാവില്ലല്ലോ, രാത്രിയിലല്ലേ വരലുള്ളൂ. എന്നാലും ഞാൻ രാത്രി കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഉപ്പേരിയൊക്കെ ആക്കൂട്ടോ ഇതുപോലെ. അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ ചീര അങ്ങനത്തെ ഒന്നും കഴിക്കാൻ വേണ്ടി കഴിയില്ലല്ലോ, ഉച്ചയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുമില്ലല്ലോ. വരികയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ കഞ്ഞീൻ്റെ കൂടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ പോലെ കോളിഫ്ലവർ തോരൻ ഉണ്ടാക്കും. അതുപോലെ തന്നെ ചീര, ബീൻസൊക്കെ ആ ഒരു സമയത്ത് കുറഞ്ഞൊരളവ് ഉണ്ടാക്കും കേട്ടോ. അപ്പം ഉണ്ടാക്കും നമ്മൾ കഞ്ഞി. ആ ഒരു വൈകുന്നേരമല്ലേ ഉണ്ടാക്കുക. അപ്പോൾ കുറച്ചു ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് അധിക ദിവസവും. എന്നാലും നമ്മൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ അല്ലേ. ചോറും പൊരിച്ചും എല്ലാം കൂടെ കഴിക്കുന്നത്, അതാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.